ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് നാളെ തുടക്കമാകാൻ പോവുകയാണ്. പാകിസ്ഥാനിലും UAE-യുമായി വെച്ച് നടക്കുന്ന ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിക്ക് ആവേശകരമായ തുടക്കം തന്നെയാണ് നാളെ പാകിസ്ഥാനിൽ വെച്ച് നടക്കാൻ പോകുന്നത്. സോ ഉദ്ഘാടന പോരാട്ടത്തിൽ ആതിഥേയരായിട്ടുള്ള പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ ആയിരിക്കും നേരിടാൻ പോകുന്നത്. 2017-ലായിരുന്നു അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി നടന്നത്. സോ 7 വർഷങ്ങൾക്ക് ശേഷമാണ് വർദ്ധിത വീര്യത്തോടു കൂടി ചാമ്പ്യൻസ് ട്രോഫി വീണ്ടും ക്രിക്കറ്റ് പ്രേമികളിലേക്ക് മടങ്ങിയെത്താൻ പോകുന്നത്. അന്ന് കലാശ പോരാട്ടത്തിൽ ഇന്ത്യയെ 150 റൺസിന് പരാജയപ്പെടുത്തി നിലവിലെ ആതിഥേയരായിട്ടുള്ള പാകിസ്ഥാനായിരുന്നു കിരീടം ചൂടിയത്. സോ ഇത്തവണ പാകിസ്ഥാനിലും UAE-യിലുമായിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, മെയിൻ ഹോസ്റ്റ് പാകിസ്ഥാൻ ആണെങ്കിൽ പോലും ഇന്ത്യയുടെ മത്സരങ്ങൾ ന്യൂട്രൽ വെന്യൂട്ടുള്ള ദുബായിൽ നടക്കും. സോ അങ്ങനെ പാകിസ്ഥാനും UAE-യും സമ്പൂർണ്ണമായിട്ട് ചാമ്പ്യൻസ് ട്രോഫി ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഇങ്ങനെ നാളെ തുടങ്ങാനിരിക്കുക. അവസാന നിമിഷം ചാമ്പ്യൻസ് ട്രോഫിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ടീമുകളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ്. സോ ഒരു കംപ്ലീറ്റ് ചാമ്പ്യൻസ് ട്രോഫി വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് വയ്ക്കാം. നമുക്ക് ടൂർണമെൻറ്റ് ഫോർമാറ്റിൽ നിന്ന് തന്നെ അങ്ങ് തുടക്കം കുറിക്കാം. 2 ഗ്രൂപ്പുകൾ, 8 ടീമുകൾ. റാങ്കിങ്ങിൽ മുന്നിലുള്ള 8 ടീമുകളാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. സോ 2 ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വീതം. ഗ്രൂപ്പ് എയിൽ ബംഗ്ലാദേശ്, ഇന്ത്യ, ന്യൂസിലാൻഡ് ടീമുകൾക്കൊപ്പം ആതിഥേയരായിട്ടുള്ള പാകിസ്ഥാനും. ഗ്രൂപ്പ് ബിയിൽ അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക. ഇനി ഓരോ ടീമിൻ്റെയും അതിനു മുമ്പ് തന്നെ ആതിഥേയത്വത്തിൻ്റെ പ്രാധാന്യം നമുക്ക് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ഒരു ടൂർണമെൻറ്റ് അവരുടെ ആതിഥേയത്വം വഹിക്കാൻ കിട്ടിയത് എന്തുകൊണ്ടും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കാരണം ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് അപ്പുറമാണ് പാകിസ്ഥാനിൽ ഒരു ICC ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. കാരണം നിരന്തരം അക്രമ കാര്യങ്ങളൊക്കെ നടന്ന് നമുക്കറിയാം, പാകിസ്ഥാനിൽ മറ്റ് ടീമുകൾ ടൂർണമെൻറ്റുകൾ അല്ലെങ്കിൽ മത്സരങ്ങൾ കളിക്കാൻ പോകാറില്ല. സോ അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി വളരെ ഭംഗിയായി തന്നെ നടത്താൻ പാകിസ്ഥാന് സാധിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് വീണ്ടും അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ICC ടൂർണമെൻറ്റുകൾ അടുത്ത വർഷമൊക്കെ വരാൻ പോകുകയാണ്. സോ അതൊക്കെ അവർക്ക് ആതിഥേയത്വം വഹിക്കാൻ സാധിക്കും. ഇനി ഓരോ ടീമിൻ്റെയും കുറച്ച് സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശക്തി കേന്ദ്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് തുടങ്ങാം. സോ ഒരു റാങ്കിങ് പോലെ ചെയ്യുകയാണെങ്കിൽ പോലും ഏറ്റവും അവസാന സ്ഥാനത്ത് വരാൻ പോകുന്ന ടീമാണ് ബംഗ്ലാ കടുവകൾ. നജ്മുൽ ഹുസൈൻ ഷാൻഡോ നയിക്കുന്ന ടീമിൽ ഇത്തവണ ഏറെയും യുവതാരങ്ങളാണ്. എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സായിട്ടുള്ള ഷക്കീബ് അൽ ഹസൻ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ഇല്ലാത്തത് അവർക്ക് അല്പം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ട്രോഫി പോലൊരു പ്രധാനപ്പെട്ട ടൂർണമെൻറ്റിൽ ആദ്യമായിട്ടാണ് നജ്മുൽ ഹുസൈൻ ഷാൻ്റെ ഒരു ബംഗ്ലാദേശിനെ നയിക്കാൻ എത്തുന്നത്. സോ ക്യാപ്റ്റൻസിയിലും അവർക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. സ്വാഭാവികമായിട്ടും അഫ്ഗാനിസ്ഥാനെയും ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയയ്ക്കും ഒപ്പം ഒരു ഗ്രൂപ്പ് ബിയിൽ ഒരു ടഫ് ഫൈറ്റ് കാഴ്ചവെച്ചുകൊണ്ട് സെമി നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്താൻ ബംഗ്ലാദേശിനെ നിലവിലത്തെ സ്ക്വാഡ് വെച്ച് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അഫ്ഗാനിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ ഹഷ്മത്തുള്ള ഷഹീദി ക്യാപ്റ്റനായിട്ടുള്ള അഫ്ഗാൻ ടീം ആദ്യമായിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. റാഷിദ് ഖാനും മുഹമ്മദ് നബിയും അടങ്ങുന്ന സ്പിൻ നിര വളരെ മികച്ചത് തന്നെയാണ്. ഒപ്പം റഹമുള്ള ഗുർബാസും തുടങ്ങിയ ബാറ്റിംഗ് ലൈനപ്പും അഫ്ഗാനിസ്ഥാന് കരുത്ത് പകരുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും അടങ്ങുന്ന ആ ഒരു സ്ക്വാഡിൽ ആ ഗ്രൂപ്പിൽ നിന്ന് വേണം അഫ്ഗാനിസ്ഥാന് നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്തേണ്ടത്. ഇംഗ്ലണ്ടിലേക്ക് വരുവാണെങ്കിൽ ജോസ് ബട്ട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ട് പുതിയ കോച്ച് ബ്രണ്ടൻ മക്കല്ലത്തെ നേതൃത്വത്തിൽ പഴയ ഫോമിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുകയാണ്. ജോഫ്ര ആർച്ചറും മാർക്ക്വുഡും തിരികെ എത്തിയ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ചത് തന്നെയാണ്. പക്ഷേ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പേരിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തത് പലപ്പോഴും ഇംഗ്ലണ്ടിന് തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഏറ്റവും റീസെൻ്റായി നടന്ന ഇന്ത്യക്കെതിരായിട്ടുള്ള 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര സമ്പൂർണ്ണമായി ഇംഗ്ലണ്ട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മത്സരത്തിൽ നമ്മളേറെ ചർച്ച ചെയ്തത് ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. പലപ്പോഴും ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ആ ഒരു ഫോമിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ പോലും മറ്റു താരങ്ങൾ ആ ഒരു ലിയാം ലിവിങ്സ്റ്റണും ഫിൽ സോൾട്ടും ബെൻ ഡക്കറ്റും ഒക്കെ അടങ്ങിയ ആ ഒരു ഇംഗ്ലണ്ടിൻ്റെ തകർപ്പൻ ബാറ്റിംഗ് നിര ആ ഒരു ഫോമിലേക്ക് തിരിച്ചെത്താത്തത് അവർക്ക് അല്പം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതോടൊപ്പം തന്നെ പരിക്കിന് ശേഷം തിരിച്ചെത്തിയ ജോഫ്ര ആർച്ചറുടെ പന്തുകൾക്ക് മൂർച്ച കുറഞ്ഞതും അവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതോടൊപ്പം തന്നെ അവരുടെ യുവ ഓൾറൗണ്ടറായ ജേക്കബ് ബദൽ പരിക്കുമൂലം റോൾഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലേക്ക് വരികയാണെങ്കിൽ ടംബ ബാവുമ നയിക്കുന്ന ടീം അവസാനം കളിച്ച ഏകദിന മത്സരങ്ങളൊക്കെ തകർപ്പൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യുവതാരം മാത്യു ബ്രിഡ്സ്കിയുടെ പ്രകടനം തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഏറെ ഗുണങ്ങൾ ചെയ്തേക്കും. അനുഭവ സമ്പത്തുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ്, സ്ക്വാഡുമായിട്ടാണ് ദക്ഷിണാഫ്രിക്ക ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിക്ക് എത്താൻ പോകുന്നത്. ഏറ്റവും റീസെൻ്റായി അവസാനിച്ച പാകിസ്ഥാനും ന്യൂസിലാൻഡിനും ദക്ഷിണാഫ്രിക്കയും കളിച്ച ട്രൈ നേഷൻ സീരീസിൽ ഫൈനലിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്ക പ്രോട്ടീസ്മാൻ കാഴ്ചവെച്ചത്.
ന്യൂസിലാൻഡിലേക്ക് വരുവാണെങ്കിൽ മിച്ചൽ സാൻഡർ നയിക്കുന്ന ടീം മുൻകാല വിജയങ്ങൾക്ക് ശേഷം ആ ഒരു ടൂർണമെൻറ്റ് ചാമ്പ്യൻസ് ട്രോഫിയിൽ കൂടുതൽ മുന്നേറ്റം നടത്താനാണ് ലക്ഷ്യമിട്ട് വരുന്നത്. കെയ്ൻ വില്യംസൺ മാരക ഫോമിൽ കളിക്കുന്നത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ കാര്യങ്ങൾ എളുപ്പമാക്കിയേക്കും. വളരെ മികച്ച തകർപ്പൻ ബാറ്റിംഗ് നിരയ്ക്ക് പുറമെ തകർപ്പൻ ബോളിംഗ് ലൈനപ്പും ഇത്തവണ ന്യൂസിലാൻഡിന് ഉണ്ട്. എങ്കിലും ടീം സൗത്തിയും ട്രെൻറ്റ് ബോൾട്ടും അടങ്ങിയ താരങ്ങളുടെ ആ ഒരു അഭാവം അവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതിന് പുറമെ ഇന്ന് ലോക്കി ഫെർഗൂസൺ, ന്യൂസിലാൻഡിൻ്റെ പ്രധാന ഫാസ്റ്റ് ബോളറായിട്ടുള്ള ലോക്കി ഫെർഗൂസൺ പരിക്കുമൂലം റോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് പകരം കൈൽ ജാമീസണെ കിവീസ് റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് വരുവാണെങ്കിൽ പാറ്റ് കമ്മിൻസിന് പകരം ഇത്തവണ സ്റ്റീവ് സ്മിത്താണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയയെ നയിക്കാൻ പോകുന്നത്. പരിക്കാണ് ഓസ്ട്രേലിയക്ക് ഇത്തവണ ഏറ്റവും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. ആദ്യം പ്രഖ്യാപിച്ച സ്കോഡിൽ നിന്നും 5 താരങ്ങളാണ് ഇത്തവണ ഓസ്ട്രേലിയക്ക് നഷ്ടമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട താരങ്ങൾ തന്നെയാണ് കങ്കാരുപ്പടയ്ക്ക് ഇത്തവണ നഷ്ടമായിട്ടുള്ളത്. ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ്, അതുപോലെ തന്നെ മിച്ചൽ മാർഷ്, മാർക്കസ് സ്റ്റോയിനിസ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് പോയപ്പോൾ ജോഷ് ഹെസലോട്ട് തുടങ്ങിയ താരങ്ങളെയും പരിക്ക് മൂലവും മറ്റും ഒക്കെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. സോ അതിനാൽ തന്നെ ഒരു താരനിബിഡമായ നിരയും കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് വരാനൊരുങ്ങി ഓസ്ട്രേലിയക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ 5 താരങ്ങളുടെ അഭാവം അവർക്ക് കൊടുത്തിട്ടുള്ളത്. സോ എന്നിരുന്നാലും ജേക്ക് ഫ്രസൻ മഗ്ഗർക്ക് അടങ്ങിയ യുവതാരങ്ങളുടെ പ്രകടനം അവർക്ക് ഈ ഒരു ടൂർണമെൻറ്റിൽ ഏറെ നിർണായകമാകാൻ പോവുകയാണ്. ഇനി ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണ്? പാകിസ്ഥാനിലേക്ക് വരണമെങ്കിൽ നമുക്കറിയാം ഇത്തവണ യുവതാരം മുഹമ്മദ് റിസ്വാനാണ് അവരെ ക്യാപ്റ്റൻസി ചെയ്യുന്നത്. ഹോം അഡ്വാൻറ്റേജ് നന്നായി പ്രയോജനപ്പെടുത്തുക എന്നാണ് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ബാബർ അസം അദ്ദേഹത്തിൻ്റെ പഴയ ഫോമിൽ തുടരുന്നത്, അല്ലെങ്കിൽ മികച്ച ഫോമിൽ തുടരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് കാര്യങ്ങൾ അല്പം ടൂർണമെൻറ്റിൽ ഗുണം ചെയ്തേക്കും. ഒപ്പം ഷഹീൻ ഷാ അഫ്രീദിയുടെ ബോളിംഗ് ലൈനപ്പും പാകിസ്ഥാന് തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുൻപിൽ നടക്കുന്ന പ്രധാന ICC ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഹെൽപ്പ് ചെയ്തേക്കും. സോ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീം വളരെ ഒരു ശക്തമായ ബാറ്റിങ്ങും ബോളിങ്ങും അടങ്ങിയ നിരയുമായിട്ടാണ് തവണ ടൂർണമെൻറ്റിൽ എത്താൻ പോകുന്നത്. എങ്കിൽ പോലും ജസ്പ്രീത് ബുംറയുടെ അഭാവം ഇന്ത്യക്ക് അല്പം തലവേദന തന്നെയാണ്. എങ്കിലും ഹർഷിത് റാണയും അർഷ്ദീപും അതിനു പുറമെ പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചെത്തിയ മുഹമ്മദ് ഷമിയുടെയും ബൗളിംഗ് ഇന്ത്യക്ക് ഗുണകരമായി വന്നേക്കും. അതിനു പുറമെ ഏറ്റവും റീസെൻ്റായി കളിച്ച ഇംഗ്ലണ്ടിനെതിരുള്ള ഏകദിന സീരീസിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത് ഫോമിലേക്ക് തിരിച്ചെത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അടക്കം ഫോമിലേക്കുള്ള തിരിച്ചുവരവും ഇന്ത്യക്ക് കിരീട പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അതിനു പുറമെ ശുഭ്മാൻ ഗില്ലിൻ്റെയും KL രാഹുലിൻ്റെയും ശ്രേയസ് അയ്യറിൻ്റെയൊക്കെ പ്രകടനം ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ഹണ്ടിൽ നിർണായകമായേക്കും. ഇതാണ് ചാമ്പ്യൻസ് ട്രോഫി 2025 അവസാന നിമിഷം അറിയേണ്ട കാര്യങ്ങൾ. 2 ഗ്രൂപ്പുകൾ, 8 ടീമുകൾ, കിരീടത്തിന് 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.